1970-ലാണ് SFIയുടെ രൂപീകരണം. ആ സമയത്തും ഈ സ്ഥിതിക്ക് വലിയ മാറ്റം വന്നിരുന്നില്ല. അതുകൊണ്ട് പരമാവധി സ്ഥലങ്ങളിൽ KSFന് യൂണിറ്റ് രൂപീകരിക്കാനും സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താനുമായിരുന്നു ജയരാജനടക്കമുള്ള KSF പ്രവർത്തകർ ശ്രമിച്ചിരുന്നത്. വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ നേരിട്ടായിരുന്നു വിവിധ കലാലയങ്ങളിൽ യൂണിറ്റുകൾ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. പോലീസിൻ്റെ ഒത്താശ കൂടി വലതുപക്ഷ സംഘടനകൾക്കുണ്ടായിരുന്നു. KSFന്റെ പ്രവർത്തനം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ആ കാലത്ത് പലരും സ്കൂളുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. നിരവധി പോരാട്ടങ്ങൾ നടന്ന ധീരദേശാഭിമാനികളുടെ നാടാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിൽ എല്ലായിടവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ശക്തമായ വേരോട്ടമുണ്ട്. എന്നിട്ടും ജില്ലയിൽ പ്രധാനപ്പെട്ട കോളേജുകളിൽ ആ കാലത്ത് SFIക്ക് നല്ല സ്വാധീനമുണ്ടായിരുന്നില്ല. കണ്ണൂർ SN കോളേജിൽ KSF എന്ന് പറഞ്ഞാൽ പോലും അടികിട്ടുന്നൊരു കാലമുണ്ടായിരുന്നു. ഇതിൽ മാറ്റമുണ്ടാക്കി സ്റ്റുഡൻസ് ഫെഡറേഷനെ ഒന്നാം നിര വിദ്യാർത്ഥി സംഘടനയാക്കി വളർത്തുന്നതിൽ ജയരാജനടക്കമുള്ളവർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സ്ഥിതിഗതികൾ മെല്ലെ മാറുന്നതാണ് നാം കണ്ടത്. 1973-ൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ SFI വിജയിച്ചു. AK ബാലൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിന് തൊട്ടു മുൻപായി മാഹി കോളേജിൽ കോടിയേരി ബാലകൃഷ്ണൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സംസ്ഥാന വ്യാപകമായി തന്നെ SFI ശക്തിപ്പെടുന്നതാണ് പിന്നീടുള്ള കാഴ്ച. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, കൊല്ലം SN കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ്, തൃശ്ശൂർ കേരളവർമ്മ കോളേജ്, ഇവിടങ്ങളിലെല്ലാം കോളേജ് യൂണിയനുകൾ SFIയുടെ കീഴിൽ കൊടിക്കീഴിൽ അണിനിരുന്നത് ഈ കാലത്താണ്. ഇതിനിടയിൽ KSUവിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ SFI നേതാവ് അഷ്റഫ് 1974 മാർച്ച് 5-ന് രക്തസാക്ഷിയായി. കേരളത്തിലെ ക്യാമ്പസുകളിലെ ആദ്യ രക്തസാക്ഷിയാണ് സഖാവ് അഷ്റഫ്. ഏത് തരത്തിലുള്ള ഭീഷണിയാണ് അന്ന് SFI നേരിട്ടത് എന്നതിൻ്റെ സൂചനയാണ് ആ രക്തസാക്ഷിത്വം. വിദ്യാർത്ഥി രംഗത്ത് നിന്ന് ജയരാജൻ യുവജന രംഗത്തേക്ക് കടന്നപ്പോൾ അവിടെയും തൻ്റെ ധീരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം മുന്നേറിയത്. KSYF എന്ന പേരിലുണ്ടായിരുന്ന യുവജന പ്രസ്ഥാനം അഖിലേന്ത്യാ തലത്തിൽ DYFI ആയി രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റുമായി. ഇതിനു മുൻപ് തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് KSYF കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ യുവജന പ്രസ്ഥാനം ശക്തിപ്പെടുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിരുന്നു. 1985-86 കാലത്ത് പാർട്ടിയിൽ ശക്തമായ ചില ആശയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ
അതുമായി ബന്ധപ്പെട്ട് സംഘടനാപരമായ കൃത്യമായ കാഴ്ചപ്പാടോടെ പോരാട്ടം നടത്താൻ ജയരാജന് കഴിഞ്ഞിട്ടുണ്ട്. പി ജയരാജൻ്റെ പ്രത്യേകത പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഉണ്ടായിട്ടുള്ള പാർട്ടിയിലെ നയപരമായ പ്രശ്നങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ആ കാര്യങ്ങളിലെല്ലാം ശരിയായ നിലപാടോടെ ഉറച്ചു നിൽക്കാനും ശക്തമായ നിലപാട് സ്വീകരിക്കാനും ജയരാജന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. CPIM-ന് നിരവധി തരത്തിലുള്ള വെല്ലുവിളികൾ 90കളിൽ നേരിടേണ്ടി വന്നിരുന്നു. ഇവിടുത്തെ AKG സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടത്, പരിയാരത്തെ സർക്കാർ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ, സഹകരണ മാരണ ഓർഡിനൻസിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ, നാൽപ്പാടി വാസു വധക്കേസ്, കൂത്തുപറമ്പ് വെടിവെപ്പ്, ഇതിനെല്ലാം എതിരെ നടത്തിയ പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ, ഇതെല്ലാം ആ കാലത്ത് പൊതുവെ നേരിടേണ്ടി വന്നതാണ്. അതിൻ്റെയെല്ലാം കൂട്ടത്തിലും മുൻപന്തിയിലും പ്രതിരോധിക്കുന്ന കാര്യത്തിൽ സഖാവ് ജയരാജൻ ഉണ്ടായിരുന്നുവെന്ന് നമുക്കെല്ലാം അറിയാം. ഇതിൻ്റെയെല്ലാം തുടർച്ച അല്ലെങ്കിൽ ഒരു പ്രത്യേക അന്ത്യം, അതാണ് 1985 ഏപ്രിൽ 12-ന് ജയരാജന് നേരെയുണ്ടായ വധശ്രമം. ചണ്ഡീഗഡിലായിരുന്നു CPIM-ന്റെ 15ാം പാർട്ടി കോൺഗ്രസ്. അതിനുശേഷം ട്രെയിനിൽ തിരികെ നാട്ടിലേക്ക് വരുമ്പോഴായിരുന്നു ആന്ധ്രയിലെ ചിരാലിയിൽ വെച്ച് അക്രമികൾ ജയരാജന്റെ കഴുത്തിന് നേർക്ക് വെടിവെച്ചു. സാധാരണഗതിയിൽ രക്ഷപ്പെടാൻ ഒരു തരത്തിലും സാധ്യതയില്ല എന്ന ഉറപ്പുവരുത്തിക്കൊണ്ട് വെടിവെപ്പായിരുന്നു. കാരണം വാഷ് ബേസിൽ കുനിഞ്ഞ് മുഖം കഴുകുന്ന ഒരാളുടെ തലയുടെ പിൻഭാഗത്ത് തോക്ക് വെച്ച് വെടിവെച്ചാൽ അയാൾ പിന്നെ ജീവിച്ചിരിക്കുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാനേ കഴിയില്ല. അതായിരുന്നു ജയരാജന് നേരെ നടന്ന വെടിവെപ്പ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കാറുണ്ട്. അതിലൊന്നാണ് ജയരാജൻ ഇപ്പോഴും നമ്മുടെ കൂടെ സജീവമായി രംഗത്ത് നിൽക്കുന്നുവെന്നത്.